أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال نكروا لها عرشها ننظر أتهتدي أم تكون من الذين لا يهتدون. فلما جاءت قيل أهكذا عرشك قالت كأنه هو وأوتينا العلم من قبلها وكنا مسلمين. وصدها ما كانت تعبد من دون الله إنها كانت من قوم كافرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1279 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 41 മുതൽ 43 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال نكروا لها عرشها ننظر أتهتدي أم تكون من الذين لا يهتدون. فلما جاءت قيل أهكذا عرشك قالت كأنه هو وأوتينا العلم من قبلها وكنا مسلمين. وصدها ما كانت تعبد من دون الله إنها كانت من قوم كافرين. صدق الله العلي العظيم. സൂറത്തുൻ നംലിലെ 41 മുതൽ 43 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സുലൈമാൻ അലൈഹിസ്സലാം തന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി സബയിലെ രാജ്ഞി മലിക്കത്ത് സബഇന് ഷീബ രാജ്ഞി അഥവാ ബൽഖീസിനെ തന്റെ ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ച സംഭവമാണ് സൂറത്തുൻ നംലില് നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. ബൽഖീസ് രാജ്ഞിയും പരിവാരങ്ങളും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് സുലൈമാൻ അലൈഹിസ്സലാമുമായുള്ള കൂടിക്കാഴ്ചക്കായിട്ട് പുറപ്പെടാൻ ഒരുങ്ങുന്നു എന്ന വിവരം അറിയാനിടയായതോടെ സുലൈമാൻ അലൈഹിസ്സലാം തന്റെ ദൈവികമായി നൽകപ്പെട്ടിട്ടുള്ള മുഅ്ജിസത്തുകളിൽ ചിലത് അവരെ കാണിച്ചുകൊണ്ട് അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്താം എന്ന് വെക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ബൽഖീസ് രാജ്ഞി തന്റെ ആസ്ഥാനത്ത് എത്തിച്ചേരുന്നതിന്റെ മുമ്പായി തന്നെ സബഇന്റെ തലസ്ഥാന നഗരിയിലുള്ള അവരുടെ കൊട്ടാരത്തിൽ നിന്ന് അവരുടെ സിംഹാസനം ഇവിടെ എത്തിക്കണം എന്നത് സുലൈമാൻ അലൈഹിസ്സലാം തീരുമാനിക്കുന്നു. തന്റെ കൂടെ ഉണ്ടായിരുന്നവരോടായിട്ട് ബൽഖീസ് രാജ്ഞി ഇവിടെ എത്തുന്നതിന് മുമ്പായി ആര് ആ സിംഹാസനം ഇവിടെ എത്തിച്ചു തരും എന്ന് സുലൈമാൻ അലൈഹിസ്സലാം ചോദിക്കുകയാണ്. കൂട്ടത്തില് എഫ്രീത്ത് ജിന്നുകളിൽപ്പെട്ട എഫ്രീത്ത് അതിശക്തനായ ഒരാള്
സുലൈമാൻ അലൈഹിസ്സലാം തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പായി, ഈ സദസ്സ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി താൻ അത് ഇവിടെ എത്തിച്ചു തരാം എന്ന് പറയുകയാണ്. തനിക്ക് അതിന് വേണ്ട കരുത്തും ശക്തിയും ഒക്കെയുണ്ട്, അതേപോലെ തന്നെ ആശ്രയിക്കാവുന്നതുമാണ് എന്നാണ് തസ്രീത്ത് പറയുകയുണ്ടായത്. എന്നാൽ വേദജ്ഞാനം ഉണ്ടായിരുന്ന ഒരാൾ, ആ കൂട്ടത്തില് വേദജ്ഞാനം ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത്, അനാതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർസുക, താങ്കളുടെ കണ്ണിമ വെട്ടി തുറക്കുന്നതിന് മുമ്പായി ഞാനത് താങ്കളുടെ മുന്നിൽ എത്തിച്ചു തരാം എന്നാണ്. അടുത്ത നിമിഷം തന്നെ സുലൈമാൻ അലൈഹിസ്സലാമിന് ആ സിംഹാസനം തന്റെ അരികത്തായി പ്രതിഷ്ഠിക്കപ്പെട്ടത് കാണാനും സാധിക്കുന്നു. അള്ളാഹുവിന് ഒരുപാട് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാം പറയുന്നത്, ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ നാഥൻ എനിക്ക് തന്നിട്ടുള്ള അത്യുദാരമായ അവന്റെ ഔദാര്യങ്ങളിൽ പെട്ടതാണ്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു, ഞാൻ കൃതജ്ഞതയുള്ള ഒരു ദാസനായി നിലകൊള്ളുമോ അതല്ല നന്ദി കെട്ടവനായി മാറുമോ എന്ന് എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും ഔദാര്യങ്ങളൊക്കെയും അവൻ എന്നോട് കാണിച്ചിട്ടുള്ളത്. ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് അവന് തന്നെയാണ് പ്രയോജനമായി മാറുന്നത്. ആരെങ്കിലും വമൻ കഫറ, ആരെങ്കിലും നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ ഫൈന്ന റബ്ബി ഗനിയ്യുൻ കരീം, എന്റെ റബ്ബ് തീർച്ചയായിട്ടും ഐശ്വര്യവാനാണ്, മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് കഴിയുന്നവനല്ല, അവൻ അത്യുദാരനുമാണ്. ഈ കാര്യമാണ് സുലൈമാൻ അലൈഹിസ്സലാം കണ്ണിമ വെട്ടുന്നതിന് മുമ്പായി തന്നെ ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം തന്റെ കൊട്ടാരത്തിൽ എത്തിച്ച ആ അനുഭവം നിരീക്ഷിച്ചുകൊണ്ട് പറയുന്നത്. അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. നമുക്ക് ആ ആയത്തുകൾ സൂക്ഷ്മമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഖാല, സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ അരികത്തായിട്ട് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എത്തിക്കപ്പെട്ടത് കാണാനിടയായ ഘട്ടത്തില് അതിൽ അള്ളാഹുവിനോട് ഒരുപാട് കൃതജ്ഞത കാണിച്ചുകൊണ്ട് സംസാരിച്ചതിനെ തുടർന്ന് സുലൈമാൻ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം തന്റെ സേവകന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കുമായിട്ട് നിർദ്ദേശം നൽകുകയാണ്. നക്കിറൂ ലഹ അർശഹ, നിങ്ങൾ ഈ സിംഹാസനം ബൽഖീസ് രാജ്ഞിയുടെ ഈ അർശിനെ വളരെ അപരിചിതത്വമുള്ള വിധത്തിലാക്കി മാറ്റുക. പെട്ടെന്ന് തന്റെ സിംഹാസനമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് അല്പം സ്ട്രെയിഞ്ച് ആക്കി മാറ്റുക. നക്കിറ എന്ന് പറഞ്ഞാല് പരിചയമില്ലാത്തത്, അല്ലെങ്കിൽ എളുപ്പം തിരിച്ചറിയാൻ കഴിയാത്തത് എന്നൊക്കെയുള്ള റൂട്ട് വേർഡ് മീനിങ് തരുന്ന റൂട്ട് വേർഡ് എന്നുള്ള വാക്കാണ് നക്കിറു മിന. ഇതിന്നാണ് മുങ്കർ എന്നൊക്കെയുള്ള വാക്കൊക്കെ വരുന്നത്. കേട്ടുകേൾവിയില്ലാത്ത, നാട്ടുനടപ്പില്ലാത്ത ആളുകള് നന്മയും സുഹൃതവും ഒന്നുമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നതല്ലാത്ത എന്നൊക്കെയാണ് മുങ്കറിന്റെ അർത്ഥം. നമുക്കത് നേരത്തെ ഈ പദം നമ്മൾ പരിചയിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ റൂട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു വേർഡാണിത്. നക്കിറൂലഹ, നിങ്ങൾ അതിനെ അല്പം അപരിചിതത്വം ഉണ്ടാക്കുന്ന വിധത്തിലാക്കി മാറ്റുക. കാഴ്ചയിൽ ഒറ്റനോട്ടത്തില് ഇത് തന്റെ സിംഹാസനമാണ് എന്നത് ബൽഖീസ് രാജ്ഞിക്ക് മനസ്സിലാകാൻ കഴിയാത്ത വിധത്തില് ചില മാറ്റങ്ങൾ അതിൽ പ്രകടമാക്കുക. എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ വല്ല സ്റ്റിക്കർ ഒട്ടിക്കുകയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പെട്ടെന്ന് അത് മനസ്സിലാവില്ല.
അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ റാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അലങ്കാര പണികൾ അതിനോട് ചേർത്ത് വെക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് തന്റെ സിംഹാസനമാണ് എന്ന് ബൽഖീസ് രാജ്ഞിക്ക് തോന്നാൻ സാധ്യതയില്ല. ഇതാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. നക്കിറൂലഹ, അതിനെ ഒരല്പം അപരിചിതത്വം ഉണ്ടാക്കുന്ന വിധത്തിലാക്കി അതിന് ചെറിയ കാഴ്ചയിൽ ചില രൂപഭേദങ്ങൾ വരുത്താം. നക്കിറൂലഹ അർശഹ, എന്നിട്ട് നന്ദുർ അതഹ്തദി അം തകൂനു മിനല്ലദീന ലാ യഹ്തദൂൻ, നാം ഒന്ന് നിരീക്ഷിക്കട്ടെ, അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ഇക്കാര്യത്തിൽ മാർഗദർശനം ഉൾക്കൊള്ളുന്നവരാകുന്നുണ്ടോ, അതല്ല ഇക്കാര്യത്തിൽ വേണ്ട വിധത്തിൽ മാർഗദർശനം ലഭിക്കാത്ത ആളുകളുടെ കൂട്ടത്തിലാണോ അവരുണ്ടാവുക എന്നത് നാം ഒന്ന് തിരിച്ചറിയട്ടെ. ഇതാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം പറയുന്ന കാര്യം. ഒരുപാട് അർത്ഥസൂചനകൾ അടങ്ങിയിട്ടുള്ള ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങളാണ് ഇവിടെ സുലൈമാൻ അലൈഹി ഇസ്ലാം പറയുന്നത്. ബൽഖീസ് രാജ്ഞി കടന്നു വരുമ്പോ അവരുടെ സ്വന്തം സിംഹാസനം കാണാനിടയായാൽ അവർക്കത് തന്റെ സിംഹാസനമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ, അതല്ല അത് തിരിച്ചറിയാൻ പറ്റാതെ അവർക്ക് ഇരിക്കാൻ തൽക്കാലം സജ്ജീകരിച്ചിട്ടുള്ള ഒരു സിംഹാസനം പോലെയുള്ള ഒരു സംവിധാനമായിട്ട് അല്ലെങ്കിൽ ഒരു ഇരിപ്പിടമായിട്ട് അവരതിനെ കണ്ട് സ്വന്തം സിംഹാസനമാണ് അതെന്ന കാര്യം മനസ്സിലാക്കാതെ പോകുമോ എന്നത് നാം ഒന്ന് നോക്കി കാണട്ടെ എന്നതാണ് അതിന്റെ ഒരു തലത്തിലുള്ള അർത്ഥം. മറ്റൊരു തലത്തില് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്ത്, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്ക് അദ്ദേഹം ബൽഖീസ് രാജ്ഞിക്ക് കാണാൻ അവസരമുണ്ടാക്കിയിട്ടുള്ള ഈ മുഅ്ജിസത്ത്, ഈ ദൈവികമായ അത്ഭുത സിദ്ധി, അത് മനസ്സിലാക്കിക്കൊണ്ട് സത്യം ഉൾക്കൊള്ളുന്ന, സന്മാർഗം ഉൾക്കൊള്ളുന്ന ആളായിട്ട് ബൽഖീസ് രാജ്ഞി മാറുമോ ഇല്ലേ എന്നത് നാം ഒന്ന് നോക്കി കാണട്ടെ എന്നാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം ഈ സംസാരം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നും മനസ്സിലാക്കാം. രണ്ടിനും സാധ്യതയുണ്ട്. കാരണം കേവലമായ ബൽഖീസ് രാജ്ഞിയെ ഇംപ്രസ് ചെയ്യുക, അവരെ ഒന്ന് ഞെട്ടിക്കുക, അവരെ ഒന്ന് അത്ഭുതപ്പെടുത്തുക എന്ന ഒരു താല്പര്യത്തിന് വേണ്ടിയല്ല സുലൈമാൻ അലൈഹി ഇസ്ലാം അവരെ വിളിച്ചു വരുത്തിയിട്ടുള്ളതും പിന്നെ അള്ളാഹുവിനെ ഫദ്ലായിക്കൊണ്ട് അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഒരു മുഅ്ജിസത്ത് ഇവിടെ കാണിക്കുന്നതൊന്നും. പ്രവാചകന്മാരെ എപ്പോഴും തന്നെ അവരുടെ ദിവ്യാത്ഭുതങ്ങളായിട്ട് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന മുഅ്ജിസത്തുകൾ കാണിക്കുന്നത് അവരുടെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ടും അവര് ഇടപഴകുന്ന തരം ആളുകൾക്ക് അതില് ഹഖ് ബോധ്യപ്പെടാൻ അവസരമുണ്ടാകാൻ വേണ്ടിയുമാണ് എന്നതാണ് വസ്തുത. ഇവിടെയും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. ബൽഖീസ് രാജ്ഞിയുടെ ബുദ്ധി വൈഭവവും അവരുടെ സാമർഥ്യവും കഴിവും ഒന്ന് പരീക്ഷിക്കാം എന്നുള്ള നിലക്കല്ല, അങ്ങനെ കേവലമായ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ അവരുടെ കഴിവോ ബുദ്ധിയോ സാമർഥ്യമോ പരീക്ഷിക്കുന്നതിനർത്ഥമില്ല. ഒരു പ്രവാചകൻ ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്യേണ്ടതില്ല. നമ്മുടെ പഴയ നാട്ടുരാജാക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ചില അങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് കഥകളിൽ കാണാൻ കഴിയും. കണ്ണാടി കൊടുത്തയച്ചാൽ രാജാവ് അതൊരു സന്ദേശമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് നോക്കിക്കോ എന്ന മെസ്സേജ് ആയിട്ട് ഉൾക്കൊള്ളുകയും മറുപടിയായിട്ട് ഒരു കസേര തിരിച്ചു കൊടുത്തയച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, നീ അവിടെ തന്നെ ഇരുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്ന പല കഥകളും രാജാക്കന്മാർക്കിടയിലുള്ള ഇത്തരം പ്രതീകാത്മകമായ ആശയവിനിമയത്തിന്റെ സൂചനകൾ അടങ്ങിയിട്ടുള്ള കഥകളും പ്രചാരത്തിലുണ്ട്. നമ്മുടെ ഭാഷയിലും അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടുരാജാക്കന്മാരെ കുറിച്ചൊക്കെയുള്ള കഥകളിൽ കാണാം. പക്ഷെ ഇവിടെ സുലൈമാൻ അലൈഹി ഇസ്ലാം അങ്ങനെയുള്ള ഒരു സാധാരണ ഗതിയിലുള്ള ഒരു രാജാവല്ല, ഒരു അധികാരിയല്ല.
ദൈവിക ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രവാചകനാണ്. പ്രാഥമികമായിട്ട് അദ്ദേഹം പ്രവാചകനാണ്. പ്രവാചകൻ എന്ന ആ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന, അവരുടെ കാര്യങ്ങളിൽ, അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ ഇടപെടുന്ന, അവരുടെ ഭരണാധികാരി കൂടിയാവുന്നത്. അപ്പോ ബൽഖീസ് രാജ്ഞിയെ വിളിച്ചു വരുത്തിയതിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില ഉന്നതമായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ സുലൈമാൻ അലൈഹിസ്സലാം തന്റെ ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത് നക്കിറൂലഹ, ഈ സിംഹാസനത്തിന് അർശഹ, ബൽഖീസ് രാജ്ഞിയുടെ ഈ സിംഹാസനത്തിന് നിങ്ങൾ അല്പം സ്ട്രെയിഞ്ച് ആക്കി മാറ്റുക. ഒരു കാഴ്ചയിൽ വളരെ ഫെമിലിയർ ആയ ഒരു സംഗതിയാണെന്ന് തോന്നാത്ത വിധത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുക. നന്ദുർ, എന്നിട്ട് നാം ഒന്ന് നിരീക്ഷിക്കട്ടെ, ആ തെഹ്തദീ, അവർക്ക് ബൽഖീസ് രാജ്ഞിക്ക് കാര്യം പിടികിട്ടുന്നുണ്ടോ എന്ന്. തെഹ്തദീ എന്ന് പറഞ്ഞാൽ അവർ നേർമാർഗം പ്രാപിക്കുമോ എന്നൊക്കെയാണ് മലയാളം. പക്ഷെ എല്ലായിടത്തും അങ്ങനെയല്ല. അത് ഒരു പൊതുവായ അർത്ഥത്തിലും നമുക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അവർക്ക് കാര്യം പിടികിട്ടുമോ, അതുപോലെ തന്നെ അം തകൂനു മിനല്ലദീന ലാ യഹ്തദൂൻ, സന്മാർഗലബ്ധിയില്ലാത്ത അല്ലെങ്കിൽ കാര്യം പിടികിട്ടിയിട്ടില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ അവരായി പോകുമോ എന്നത് ഞാനൊന്ന് നോക്കി കാണട്ടെ എന്നാണ് സുലൈമാൻ അലൈഹിസ്സലാം പറയുന്നത്. രണ്ടർത്ഥവും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന്, ഇത് തന്റെ തന്നെ സിംഹാസനമാണ് എന്നത് ബൽഖീസ് രാജ്ഞി തിരിച്ചറിയുമോ, അതല്ല തിരിച്ചറിയാത്ത ആളുകളുടെ കൂട്ടത്തിൽ ആയി പോകുമോ അവര് എന്നതാണ് ഒരു തലം. മറ്റൊന്ന്, സുലൈമാൻ അലൈഹിസ്സലാം ഈ ഒരു പ്രവൃത്തിയിലൂടെ അവരെ കാണിച്ചിട്ടുള്ള മുഅ്ജിസത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ദൈവിക മതത്തിന്റെ സത്യം, യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാനാകുമോ, അതല്ല അതൊന്നും വേണ്ട പ്രയോജനകരമായ സൂചനകളായി ഉൾക്കൊള്ളാതെ സത്യം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളായിട്ടാണോ അവരുണ്ടാവുക എന്നതാണ് സുലൈമാൻ അലൈഹിസ്സലാം നോക്കിക്കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്നും നമുക്ക് കരുതാവുന്നതാണ്. ആ നിലക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഫലമ്മ ജാഅത്ത്, അങ്ങനെ അവര് കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ആസ്ഥാനത്തേക്ക് വന്നപ്പോ ഖീല, അവരോട് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. സുലൈമാൻ അലൈഹിസ്സലാം ആണോ ചോദിച്ചത് എന്നത് ഇവിടെ വ്യക്തമല്ല. ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാർ അവരെ ആനയിച്ചു കൊണ്ടുവന്ന സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരിൽ ആരെങ്കിലും ആയിരിക്കാം, അതല്ലെങ്കിൽ സുലൈമാൻ അലൈഹിസ്സലാം തന്നെ ചോദിച്ചതാവാം. എന്തായാലും അവരോട് ചോദിക്കപ്പെട്ടു, ആ ഹാക്കദ അർശുക്കി, താങ്കളുടെ സിംഹാസനം ഇതുപോലെയുള്ളതാണോ? ഇതാണ് ചോദ്യം. അവർക്ക് ഇരിക്കാനായിട്ട് ഒരു ഇരിപ്പിടം കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കുന്നത് ആ ഹാക്കദ അർശുക്കി, ഇതുപോലെയുള്ളതാണോ താങ്കളുടെ സിംഹാസനം എന്നാണ്. അപ്പോ ബൽഖീസ് രാജ്ഞിയുടെ മറുപടി ഇതാണ്. കാലത്ത് അവർ മറുപടി പറഞ്ഞു, കഅന്നഹു ഹുവ, ഇത് അത് തന്നെയാണെന്ന് തോന്നുന്നു എന്നാണ് മറുപടി. ഇത് അതുപോലെയാണ്, ഇതുപോലെയാണ് എന്നല്ല, ഇത് അത് തന്നെയാണ് എന്നാണല്ലോ തോന്നുന്നത്. കഅന്നഹു ഹുവ, ഇത് അത് തന്നെയാണ്, എന്റെ സിംഹാസനം തന്നെയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വഊതീനൽ ഇൽമ മിൻ ഖബ്ലിഹാ, ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് ചില വിവരങ്ങളൊക്കെ ഇത് സംബന്ധമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് ബൽഖീസ് രാജ്ഞി പറയുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ വിശിഷ്ടമായ സിദ്ധികളെയും കഴിവുകളെയും കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ, ചില വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വഊതീനൽ ഇൽമ, ഞങ്ങൾക്ക് അറിവ് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. മിൻ ഖബ്ലിഹാ, ഇതിനു മുമ്പായിട്ട് തന്നെ, ഈ സിംഹാസനം പരാമർശിക്കപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയത്തിന് മുമ്പ് തന്നെ സുലൈമാൻ അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്ന മുഅ്ജിസാത്തുകളെ കുറിച്ച് ഞങ്ങൾക്ക് അറിവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വരുന്നത്. വകുന്നാ മുസ്ലിമീൻ, ഞങ്ങൾ വിധേയപ്പെടുന്നവരായിക്കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്.
ഞങ്ങൾ അള്ളാഹുവിന് സമർപ്പിച്ചവരായിക്കൊണ്ട് കീഴ്പ്പെട്ടവരായിക്കൊണ്ട് തന്നെയാണ് വകുന്ന മുസ്ലിമീൻ, അങ്ങനെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സുലൈമാൻ അലൈഹിസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന കാര്യം ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നിലകൊള്ളുന്നത് സത്യത്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രപഞ്ച സൃഷ്ടാവിന് കീഴ്പ്പെട്ടവരായിക്കൊണ്ടാണ്, സമർപ്പിതരായ നിലക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് ബൽഖീസ് രാജ്ഞിയുടെ പറയുന്നത്. വകുന്ന മുസ്ലിമീൻ നേരത്തെ തന്നെ ഞങ്ങൾക്ക് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ നേരത്തെ വന്ന ദൂതന്മാരിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ വിലയിരുത്താനും മനസ്സിലാക്കാനും ബൽഖീസ് രാജ്ഞിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. നമുക്ക് ലോക ചരിത്രത്തിൽ പരിചയമുള്ള ഭരണാധികാരികളുടെയോ രാഷ്ട്രീയ സമ്രാട്ടുകളുടെയോ നേതാക്കന്മാരുടെയോ പോലെയല്ല സുലൈമാൻ അലൈഹി ഇസ്ലാം. അങ്ങനെ യാതൊരു ഭൗതിക താല്പര്യവും മുൻനിർത്തിക്കൊണ്ട് പടയോട്ടം നടത്തുന്ന ഒരു ഭരണാധികാരിയല്ല. അദ്ദേഹത്തിന് വിലപിടിപ്പുള്ള മൂല്യവത്തായ സമ്മാനങ്ങള് ആവശ്യമില്ല. അദ്ദേഹം നാട് പിടിച്ചടക്കി തന്റേതാക്കി മാറ്റുന്ന സ്വഭാവക്കാരനോ പ്രകൃതക്കാരനോ ഒന്നുമല്ല. അദ്ദേഹം വളരെ മഹത്തരമായ ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ട അറിവ് ഞങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിങ്ങളായിക്കൊണ്ടാണ്, അള്ളാഹുവിന് വിധേയപ്പെട്ട ആളുകളായിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം പറയുന്നത്. വസദ്ദഹ മാ കാനത് തഅബുദു മിൻ ദൂനില്ല. അതിനെ തുടർന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ്, അവര് നേരത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത് അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു എന്നതാണ് വസ്തുത. വസദ്ദഹ, അവളെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. മാ കാനത് തഅബുദു മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമേയായി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് അവരെന്തിനെയാണോ ആരാധിച്ചു കൊണ്ടിരുന്നത് ആ സംഗതി അവരെ സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ സത്യത്തിലേക്ക് എത്തിച്ചേരുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയതായിരുന്നു നേരത്തെ. ഇന്നഹ കാനത്ത് മിൻ ഖൗമിൻ കാഫിരീൻ, നിഷേധികളായ ഒരു ജനതയിൽ പെട്ടവളായിരുന്നു അവൾ. നിഷേധികളായ ആളുകൾ, കാഫിറുകളായ ഒരു സമൂഹം, പ്രപഞ്ചനാഥനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വഴിപ്പെടാനും കീഴ്പ്പെടാനും സന്നദ്ധരാവാതെ അള്ളാഹു അല്ലാത്ത മറ്റ് പലതിനെയും ആരാധ്യന്മാരായി കണ്ടുകൊണ്ട് സത്യത്തോട് പുറംതിരിഞ്ഞു നിന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം. അങ്ങനെ ഒരു സമൂഹത്തിൽ പെട്ടവളായിട്ടാണ് അവൾ ഉണ്ടായിരുന്നത്. അവരുടെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് അവര് ആരാധിച്ചു കൊണ്ടിരുന്നത് എന്താണോ അത് അവരെ സത്യം ഉൾക്കൊള്ളുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയതുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ജന്മസിദ്ധമായിട്ട് തന്നെയുള്ള പ്രകൃതം പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ വളരെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിലുള്ളതാണ്. കുട്ടികളോട്, വളർന്നു വരുന്ന മുതിർന്നു വരുന്ന നിഷ്കളങ്ക ബാല്യത്തിൽ കഴിയുന്ന ആളുകളോട്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സംസാരിച്ചാൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആശയമാണ് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, അവനാണ് ആരാധിക്കപ്പെടേണ്ടവനായ റബ്ബ്, ദൈവം എന്നത്. എന്നാൽ ചില ആളുകളുടെ കാര്യത്തില് ഇത് ഫലപ്രദമല്ലാതെ ആവുന്നു എന്നത് നമ്മൾ കാണുന്നു. അതിനുള്ള കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിധത്തില് മാതാപിതാക്കളുടെയും അവരുടെ കൂട്ടുകുടുംബാദികളുടെയും ഒക്കെ ആരാധനാശീലങ്ങളാണ്. അവര് തെറ്റായ വ്യാജമായ എന്തിനൊക്കെയാണോ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അത് സത്യം കാണുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുകയാണ്. സത്യം ഉൾക്കൊള്ളുന്നതിൽ നിന്നും അതിന്റെ ആളുകളായി മാറുന്നതിൽ നിന്നും ആളുകളെ തടഞ്ഞു നിർത്തുകയാണ്. ഹഖ് ബോധ്യപ്പെടാൻ അവരുടെ വളരെ സ്വതസിദ്ധമായ സ്വച്ഛമായ ബുദ്ധിയിൽ അത് ഉൾക്കൊള്ളാൻ അവർക്ക്
സ്വാഭാവികമായ നിലക്ക് ജന്മപരമായ കഴിവുകൾ കൊണ്ട് തന്നെ സാധിക്കേണ്ടതാണ്. പക്ഷെ അത് സാധിക്കാതെ പോകുന്നതിന്റെ കാരണം സമൂഹം കൊണ്ട് നടക്കുന്ന ആചാരങ്ങളും ശീലങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ അവരെ അത്തരം ആലോചനകളിൽ നിന്നും ചിന്തകളിൽ നിന്നും സ്വാഭാവികമായ ശുദ്ധപ്രകൃതത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും ഒക്കെ അവരെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ടാണ് എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ സത്യത്തെ അഭിമുഖീകരിക്കാൻ സന്നദ്ധരാവാതെ ഹക്ക് ഉൾക്കൊള്ളാൻ വേണ്ട ശ്രമം നടത്താതെ ഇത്തരം അബദ്ധങ്ങളുടെ പുറകെ പോവുകയും അത്തരം വ്യാജ ദൈവങ്ങളെ ദൈവങ്ങളായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിടെ കാഫിറുകള് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം മനുഷ്യന്റെ ശുദ്ധ പ്രകൃതം നടത്തുന്ന തേട്ടം തന്റെ ഏകനായ സ്രഷ്ടാവിനെ തിരിച്ചറിയുക എന്നതാണ്. വളരെ സ്വാഭാവികമായി ആരുടെയും മനസ്സിലേക്ക് എളുപ്പത്തിൽ കയറാനിടയുള്ളതും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ ഒരു കാര്യമാണ് ഏകനായ പ്രപഞ്ച സൃഷ്ടാവ് എന്ന ആശയം. എന്നാൽ അതിന് ആർക്കെങ്കിലും സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിധത്തിൽ അവർ തടഞ്ഞു നിർത്തപ്പെടുന്നത് കൊണ്ടാണ്. ആരാണ് എന്താണ് അവരെ തടഞ്ഞു നിർത്തുന്നത്? അവര് എന്താണോ നേരത്തെ വ്യാജമായ സംഗതികളെ ദൈവമായി കണ്ടുകൊണ്ട് ആരാധിച്ചിരുന്നത്, ആ ഒരു സംവിധാനം, ആ ഒരു ആരാധനാശീലം, ആചാരം, സമ്പ്രദായം, അവര് കൊണ്ടു നടക്കുന്ന മതപരമായ ആശയങ്ങൾ, ഇത് അവരെ സത്യം ഗ്രഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുകയാണ് എന്നതാണ് വസ്തുത. ഇവരും അങ്ങനെ ഒരാളായിരുന്നു. അങ്ങനെ ഒരു സമൂഹത്തില് വ്യാജമായ സംഗതികളെ ആരാധിക്കുന്നതിന്റെ കാരണത്താൽ സത്യം കാണാൻ കഴിയാത്ത അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നു ബൽഖീസ് രാജ്ഞി. എന്നാൽ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ സത്യസന്ദേശം അവർക്ക് ലഭിക്കുന്നതോടെ സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണാൻ അവര് സന്നദ്ധത കാണിക്കുന്നതോടുകൂടി അവര് സത്യം ഉൾക്കൊള്ളുന്ന ആളായി മാറുകയും പ്രപഞ്ച സ്രഷ്ടാവായ റബ്ബിന് വിധേയത്വം കാണിച്ചുകൊണ്ട് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വരാൻ സന്നദ്ധയാവുകയും ചെയ്യുകയാണ്. ഇതാണ് ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. സുലൈമാൻ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് അവർക്ക് ഇതിനകം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. തന്റെ സിംഹാസനം ഞൊടിയിടയിൽ സബവ് രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരിയിലെ ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് ഫലസ്തീനിലെ ജെറുസലേമിലെ ബൈത്തുൽ മഖദ്ദിസ് നിലകൊള്ളുന്ന ഇടത്ത് ഉണ്ടായിരുന്ന സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അധികാര കേന്ദ്രം, ആസ്ഥാനം, ആ ആസ്ഥാനത്തേക്ക് എത്തിക്കാൻ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് സാധിച്ചു എന്നത് അത് സാധാരണ മനുഷ്യസാധ്യമായ ഒരു കാര്യമേ അല്ല, അത് ദൈവികമായ ഒരു നടപടിയാണ് എന്നത് ബൽഖീസ് രാജ്ഞിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ കാര്യം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ മൊയ്ജിസാത്തുകളിലെ പലതും അവർക്ക് അറിയാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് സത്യം തേടുന്ന മനസ്സുള്ള ഒരാള് എന്നുള്ള നിലക്ക് അവര് പ്രപഞ്ചനാഥന് കീഴ്പ്പെടാനുള്ള സന്നദ്ധതയോടുകൂടിയാണ് ഇവിടെ വരികയും ചെയ്തിട്ടുള്ളത്. എന്നാൽ നേരത്തെ അവരങ്ങനെ ആയിരുന്നില്ല. അവര് നേരത്തെ പൂജിച്ചു കൊണ്ടിരുന്ന വ്യാജ ദൈവങ്ങൾ, അത് സൂര്യനായാലും വേറെ എന്തായാലും, അതൊക്കെ തന്നെ അവരെ സത്യത്തിൽ നിന്ന് തടഞ്ഞു നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. കാരണം അവര് നിഷേധികളായ ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. ഇതാണ് സുലൈമാൻ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ബൽഖീസ് രാജ്ഞി നടത്തിയ നിരീക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഇവിടെ പറയുന്ന കാര്യങ്ങൾ. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൻ നംലിലെ 41 മുതൽ 43 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഒരു ചോദ്യം നേരത്തെ അയച്ചു കിട്ടിയിട്ടുള്ളത്, നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു കിട്ടിയിട്ടുള്ളത്, ഈ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളുടെ കൂട്ടത്തില്
തിലാവത്തിന്റെ സുജൂദ് പാരായണം ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യൽ നിർബന്ധമായ തരം ആയത്തുകളുണ്ടല്ലോ. അത്തരം ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നിർവഹിക്കേണ്ട സുജൂദുകൾ അതെങ്ങനെയാണ് എന്ന് അതിന്റെ കൈഫിയത്ത് ഒന്ന് പറഞ്ഞു തരുമോ എന്നതാണ് അയച്ചു കിട്ടിയിരുന്ന ചോദ്യം. യഥാർത്ഥത്തില് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ തിലാവത്തിന്റെ സുജൂദ് ആവശ്യമായ ആയത്തുകളുടെ അടുക്കലെത്തുമ്പോൾ അതിന്റെ ഹാമിഷില് വിശുദ്ധ ഖുർആന്റെ മുസഫിന്റെ മാർജിനില് അത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കാണാൻ കഴിയും. അവിടെ സജദ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും ഒരു പ്രത്യേക അടയാളമൊക്കെ ആയിട്ട്. അവിടെ നമുക്കത് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ള ആയത്തുകൾ എത്തുമ്പോൾ ആ ആയത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഏതെങ്കിലും നിലക്ക് അള്ളാഹുവിനുള്ള സാഷ്ടാംഗം ചെയ്യാൻ ചിലര് സന്നദ്ധരായ കാര്യം പറയുന്ന സന്ദർഭം ആകും. അല്ലെങ്കിൽ അതിന് കൂട്ടാക്കാതെ ഇരുന്നവരെ അള്ളാഹു ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന ആയത്തുകളാകും. പൊതുവെ അത്തരം ആയത്തുകൾ സുജൂദ് പരാമർശിക്കുന്ന ആയത്തുകളാണ്. ഇവിടെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തില് നമ്മൾ അങ്ങനെയുള്ള ഒരു സംഗതിയാണ് ഈ നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ അവര് സൂര്യന് സുജൂദ് ചെയ്യുന്ന ബൽഖീസ് രാജ്ഞിയുടെ നാട്ടുകാര് സൂര്യന് സുജൂദ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ കൂട്ടാക്കാത്തവരാണ് എന്നൊരു പരാമർശം വന്നിടത്താണ് ഇവിടെ സുജൂദ് നിർബന്ധമാകുന്ന വിധത്തിലുള്ള ഒരു സൂചന നമുക്ക് നൽകപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാവുമ്പോൾ വിശുദ്ധ ഖുർആനിലെ അത്തരം ആയത്തുകളുടെ പാരായണം നിർവഹിക്കുമ്പോൾ അത് കഴിഞ്ഞ ഉടനെ സുജൂദ് നിർവഹിക്കുകയാണ് വേണ്ടത്. അത് സാധാരണ നമസ്കാരങ്ങളിലൊക്കെ നിർവഹിക്കുന്ന പോലെയുള്ള സുജൂദ് തന്നെയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു എന്നൊരു വിട്ടുകൊണ്ട് ഖിബലയുടെ നേരെ തിരിഞ്ഞ് സുജൂദ് നിർവഹിക്കുക എന്നതാണ് ഈ തിലാവത്തിന്റെ സുജൂദ്. അത് അവസാനിക്കുമ്പോൾ അതുപോലെ സുജൂദ് ഇങ്ങനെ എണീക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അതിന്റെ രീതി. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോവുക, സുജൂദ് നിർവഹിച്ച് അല്ലാഹു അക്ബർ എന്നൊരു വിട്ടുകൊണ്ട് എണീറ്റ് സുജൂദ് അവസാനിപ്പിക്കുകയും ചെയ്യുക. അപ്പോ ഇതില് സാധാരണഗതിയില് ഖുർആൻ പാരായണം ചെയ്യുന്നവര് വുളൂവിലായിരിക്കും. വുളൂള്ള വിധത്തിൽ തന്നെയാണ് സുജൂദ് നിർവഹിക്കേണ്ടത്. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഈ ആയത്ത് പാരായണം ചെയ്യുന്നത് കേൾക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ആയത്ത് കടന്നു വരുമ്പോൾ വുളു ഇല്ലാതെ തന്നെ സുജൂദിൽ വീഴുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ സുജൂദ് നിർവഹിക്കുന്നത് ഈ സുജൂദിൽ പറയുന്ന ഒരു ദിക്ർ അത് സാധാരണ നമസ്കാരത്തിലെ സുജൂദിൽ നിന്ന് സുജൂദിൽ ചൊല്ലുന്ന ദിക്റിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. ആ ദിക്ർ മനഃപ്പാടമില്ലാത്ത ആളുകൾക്ക് സാധാരണ സുജൂദിൽ പറയാറുള്ളത് പോലെ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം മതിയാവും. അങ്ങനെ സാധാരണ സുജൂദിൽ പറയുന്ന ദിക്ർ തന്നെ പറയുന്നത് കൊണ്ട് ആ സുജൂദ് സ്വീകാര്യമാകും, അത് മതിയായതാകും. ഈ തിലാവത്തിന്റെ സുജൂദിൽ പ്രത്യേകമായിട്ട് പറയാറുള്ള ആ ദിക്ർ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി. ഇതാണ് തിലാവത്തിന്റെ സുജൂദിൽ പറയുന്ന ദിക്ർ. സജദ വജ്ഹിയ, എന്റെ മുഖം സാഷ്ടാംഗം ചെയ്തിരിക്കുന്നു. ആർക്കാണ്? ലില്ലദി ഖലഖഹു, അതിനെ സൃഷ്ടിച്ചവനായിട്ട്. വശഖ സമഅഹു, അതിന് കാത് കീറിയവനായിട്ട്. വബസറഹു, അതിന് കണ്ണ് കീറി കൊടുത്തവന് ആയിട്ട്. എന്ന് പറഞ്ഞാൽ എന്റെ മുഖം, എന്റെ ശിരസ് ഞാൻ അതിനെ സൃഷ്ടിച്ചവന്റെ മുന്നിൽ ഇതാ സാഷ്ടാംഗത്തിൽ വെച്ചിരിക്കുന്നു. അതിനെ സൃഷ്ടിക്കുകയും അതിന് കാഴ്ച നൽകുകയും കേൾവി നൽകുകയും ചെയ്തിട്ടുള്ള റബ്ബിന്റെ മുന്നിൽ ഇതാ എന്റെ മുഖം ഞാന് സുജൂദിൽ വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ബിഹൗലിഹി വഖുവതിഹി, അവന്റെ ഇച്ഛയും അധികാരവും ശക്തിയും ഒക്കെ
പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവൻ എന്റെ മുഖത്തെ, എന്റെ ശിരസിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആ റബ്ബിന് എന്ന് പറഞ്ഞാൽ എന്റെ മുഖം സൃഷ്ടിച്ച, എനിക്ക് കാതുകൾ നൽകിയ, എനിക്ക് കണ്ണുകൾ നൽകിയ റബ്ബിന് ഞാനിതാ എന്റെ മുഖത്തെ സമർപ്പിക്കുന്നു എന്നാണ് സുജൂദില്, ഇങ്ങനെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ പറയുന്നത്. അത് കൂടാതെ ചില പൂർവികരായ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന അഡീഷണൽ ആയ ചില വാക്കുകൾ കൂടി കാണാം. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും ഉത്തമനായ സ്രഷ്ടാവായ അള്ളാഹു അനുഗ്രഹപൂരിതനായിരിക്കുന്നു എന്ന് അതിനോടൊപ്പം ചേർത്ത് പറയുക എന്നതാണ്. അതുപോലെ സുബ്ഹാന റബ്ബിയൽ അഅല, സാധാരണ സുജൂദുകളിൽ ചൊല്ലാറുള്ള ദിക്ർ കൂടി ഈ തിലാവത്തിന്റെ സുജൂദിന് ചൊല്ലുക എന്നതും ചില പണ്ഡിതന്മാര് അഡീഷണൽ ആയിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് ഓർമ്മയിലില്ലാത്ത ആളുകളാണെങ്കിൽ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നടത്തുന്ന സുജൂദില് ചൊല്ലുന്ന കാര്യങ്ങൾ തന്നെ ചൊല്ലുന്നതും മതിയാവും. അതാണ് ഇത് സംബന്ധം. അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്നതാണ് അതിന്റെ അന്തസ്സാരം, അതിന്റെ ആത്മാവ് അതാണ്, അതിന്റെ ചൈതന്യം അതാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലല്ല ഞാൻ. അവന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ എന്നേ ഒരുക്കമുള്ളവനാണ് ഞാൻ എന്ന ഒരു കാര്യം പ്രഖ്യാപിക്കലും അത് നമ്മുടെ ശരീരഭാഷ കൊണ്ട് തന്നെ കാണിക്കലും ഒക്കെയാണ് ഈ സുജൂദിന്റെ താല്പര്യം. അതുകൊണ്ട് തിലാവത്തിന്റെ സുജൂദിൽ സാധിക്കുന്നവര്, ഓർമ്മയുള്ളവര് ഈ വാചകം തന്നെ ചൊല്ലുന്നതാണ് ഉത്തമം. അതാണ് സുന്നത്ത്. അത് മനഃപ്പാഠം പഠിക്കുകയാണ് വേണ്ടത്. അതിന് സാധിക്കാത്ത ആളുകൾ, ഓർമ്മയില്ലാത്ത ആളുകൾ സാധാരണ സുജൂദിൽ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് തന്നെ ചൊല്ലുകയാണ് വേണ്ടത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.